മാപ്പില്ലാത്ത ക്രൂരത. തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടാനച്ഛൻ അരുൺ ആനന്ദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുത്തതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി. രണ്ടാനച്ഛൻ മുൻപും കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി അമ്മ മൊഴി നൽകി. ചികിത്സ ആരംഭിച്ച് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ആശാവഹമായ പുരോഗതി കുട്ടിയുടെ ശാരീരികാവസ്ഥയിലില്ല. തലയോട് പൊട്ടിയിട്ടുണ്ട്. ശ്വാസകോശം തകർന്ന നിലയിലാണ്. ശരീരമാസകലം ചതവുകളുണ്ട്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ശ്വസനം. പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പരിക്കുണ്ട്. ശ്വാസകോശത്തിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. വയറിനുള്ളിൽ എയർ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ശരീരമാസകലം ചതവുകളും. യാതൊരു റെസ്പോൺസും കുട്ടിയുടെ കൈകാലിൽ അനക്കുകയോ ബാക്കിയുള്ള റെസ്പോൺസും ഒന്നുമില്ല. സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്തായാലും 48 മണിക്കൂർ പൂർണ്ണമായിട്ട് വെന്റിലേറ്ററിൽ ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നറിയാൻ. രണ്ടാനച്ഛൻ മുൻപും കുട്ടികളെ മർദ്ദിച്ചിരുന്നതായി അമ്മ പോലീസിന് മൊഴി നൽകി. ഇളയ കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ ദേഷ്യത്തിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ ചവിട്ടിയ ശേഷം ഭിത്തിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കുട്ടി ബെഡിൽ യൂറിനേറ്റ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ആ കുട്ടിയെ സമയാസമയങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇയാൾ ഈ മൂത്ത കുട്ടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പരിക്ക് പറ്റിയ കുട്ടിയെ അത് ചെയ്യാത്തതിനെ പറ്റിയിട്ടുള്ള പ്രകോപനത്തിലാണ് ആദ്യം ചവിട്ടിയത്. ഫോറൻസിക് സംഘം കുട്ടിയെ മർദ്ദിച്ച വീട്ടിലെത്തി തെളിവെടുത്തു. കുട്ടികളുടെ സുരക്ഷയും ചികിത്സയും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. പ്രതിക്ക് പരമാവധി ശിക്ഷയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും. വളരെ ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്രമണവും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല. സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാ അധികാരികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അരുൺ ആനന്ദിനെതിരെ കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. കോടാലി, മദ്യം തുടങ്ങിയവയും ഇയാളുടെ വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി. ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. MS അനീഷ് കുമാർ, ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ രണ്ടാനച്ഛൻ അരുൺ ആനന്ദ് ക്രിമിനൽ കേസ് പ്രതിയാണ്. തിരുവനന്തപുരത്ത് മാത്രം 4 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. മുമ്പും കുട്ടികളെ മർദ്ദിച്ചതിന്റെ സൂചനകൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചു. 2008 തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു അരുൺ ആനന്ദ്. വിജയരാഘവൻ എന്നയാളെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഈ കേസിൽ പിന്നീട് കോടതി ഇയാളെ വെറുതെ വിട്ടു. മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ 2 കേസും ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കേസുമാണ് അരുണിന്റെ പേരിൽ നിലവിലുള്ളത്. സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിലും പ്രതിയാണ് തിരുവനന്തപുരം നന്ദാവനം സ്വദേശിയായ അരുൺ ആനന്ദ്. മർദ്ദനമേറ്റ കുട്ടികളുടെ അച്ഛന്റെ അടുത്ത ബന്ധു കൂടിയാണ് അരുൺ. 10 മാസം മുമ്പാണ് കുട്ടികളുടെ അച്ഛൻ മരിച്ചത്. പിന്നീട് ഇയാൾ കുട്ടികളുടെ അമ്മയ്ക്കൊപ്പം കൂടുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 7 വയസ്സുകാരനുമായി അമ്മയും രണ്ടാനച്ഛനും ആശുപത്രിയിൽ പോയ ശേഷം അർദ്ധരാത്രി മുതൽ പുലരുവോളം 4 വയസ്സുകാരൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. പോലീസ് നൽകിയ വിവരമനുസരിച്ച് വീട്ടിലെത്തിയ അയൽവാസികളാണ് പിന്നീട് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ സംഭവമാണ്. ഈ കൊച്ചിങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിനെ എടുത്തുകൊണ്ട് വരാമോ, അതിനെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി നോക്കാം. ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പം കൊണ്ടുവരാൻ സാറേ, സാറിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം, ആ കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുക്കാൻ പോയത്. സംഭവം നടക്കുമ്പോൾ അരുൺ ആനന്ദ് ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. അരുണിന്റെ പീഡനത്തെക്കുറിച്ച് കുട്ടി അധ്യാപകരോട് പറഞ്ഞതിന്റെ പ്രതികാരമാണ് മർദ്ദനമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നും തീരുമാനമായില്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യത്തെ ന്യായീകരിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്നത് ശരിയായ ആവശ്യമെന്ന് രാഹുൽ. ആവശ്യത്തിൽ തീരുമാനം ഉടൻ എടുക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുലിന്റെ പ്രതികരണം. M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണമാണ്. എന്താണ് ആ ദിനപത്രത്തോട് രാഹുൽ പറഞ്ഞിരിക്കുന്നത്? ഉടൻ തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? തന്നെ രാഹുലിന്റെ രണ്ടാം മണ്ഡലം ഏതെന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വത്തിന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് നേതാക്കൾ താൻ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രതികരണം. ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നത്. ചോദ്യം തന്നെ സോണിയാഗാന്ധി നേരത്തെ ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ, രാഹുലും മത്സരിക്കുമോ എന്നതായിരുന്നു. രാഹുൽ ഗാന്ധി ഇതിന് ഉത്തരമായി പറയുന്നത് താൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നതിന് കാരണം തന്നെ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ഭാഷയെയും സംസ്കാരത്തെയും
അവിടെ ഭീഷണിയിലാണെന്ന ഒരു തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ധ്രുവീകരണത്തിലാണ് BJP ശ്രമിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യക്കും ഉത്തരേന്ത്യക്കും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു പാതയുണ്ടായിരുന്നു, അതില്ലാതാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം തീർച്ചയായും ന്യായമാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത്. അതായത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ ഈ മറുപടിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഇനി തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 4-ാം തീയതി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പ് തീരുമാനമെടുക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. ഇന്നും തീരുമാനമുണ്ടായിട്ടില്ല. ഒപ്പം ഈ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന മറ്റൊരു കാര്യം, അമേഠിയാണ് തന്റെ നിലവിലെ മണ്ഡലം, അവിടുത്തെ MP ആയി തന്നെ താൻ തുടരും, അമേഠിയുമായി തനിക്ക് ബന്ധമുണ്ട്, എന്നാൽ അന്ധവിശ്വാസമില്ല എന്നുള്ളതാണ്. അതായത് അമേഠിയിൽ MP ആയി തുടരും, ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാലും മണ്ഡലം ഒഴിഞ്ഞുകൊണ്ട് അമേഠിയുടെ MP ആയി തുടരുമെന്ന ഒരു പരോക്ഷ സൂചന കൂടി രാഹുൽ ഗാന്ധി ഈ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇക്കാര്യത്തിൽ രാഹുൽ തീരുമാനം അറിയിച്ചാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപക്ഷേ ഏപ്രിൽ 2-ാം തീയതി വരെ ഇതിൽ തീരുമാനത്തിനായി കാത്തിരുന്നേക്കാം. രാഹുൽ എപ്പോൾ തീരുമാനമെടുക്കുന്നു എന്നതാണ് പ്രധാനമായി മാറുക. ശരി ഉണ്ണി. കോൺഗ്രസിന്റെ 17-ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയുമില്ല. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നും പ്രചാരണത്തിലൂടെ നിലവിലെ സാഹചര്യം മറികടക്കാമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തൽ. രാഹുലിനെ തടയാൻ ഡൽഹിയിൽ ഒരു പാർട്ടി നാടകം കളിക്കുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാതിരിക്കാൻ സമ്മർദ്ദവുമായി ശരത് പവാറും ശരത് യാദവിനും പിന്നാലെ DMK നേതാവ് MK സ്റ്റാലിനും രംഗത്തെത്തി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും കാത്തിരിപ്പ് ഒരാഴ്ചയായിട്ടും രാഹുൽ മൗനം തുടരുകയാണ്. വയനാടും വടകരയുമില്ലാതെയാണ് ഇന്നും സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തിറങ്ങിയത്. ശരത് പവാർ, ശരത് യാദവ് എന്നിവർക്കൊപ്പം DMK നേതാവ് MK സ്റ്റാലിനും വയനാട് മത്സരിക്കാതിരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി. പ്രതിപക്ഷ ഐക്യത്തിൽ രാഹുൽ തന്നെ വിള്ളൽ വീഴ്ത്തരുതെന്നാണ് ഇവരുടെ ശക്തമായ നിലപാട്. ഇതോടെ രാഹുൽ ആശയക്കുഴപ്പത്തിലായതാണ് തീരുമാനം വൈകാൻ കാരണം. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. There are many seats we haven't announced, and as soon as the announcement ready, we will announce it. രാഹുൽ വയനാട് വന്നാലും ഇല്ലെങ്കിലും പ്രചാരണത്തിലൂടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകും. മത്സരിക്കുന്നത് കർണാടകയിലാണെങ്കിൽ രാഹുലിനെ വയനാട് പ്രചരണത്തിനിറക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സമ്മർദ്ദത്തിന് രാഹുൽ വഴങ്ങരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. രാഹുലിനെ പിന്തിരിപ്പിക്കാൻ ഇടപെടുന്നത് CPM ആണെന്ന പരോക്ഷ വിമർശനവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമെന്ന ആശങ്കയാണ് CPM-നെന്ന് രമേശ് ചെന്നിത്തല. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം വരെ CPM-ന് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിന്റെ പരിഭ്രാന്തി CPM-ന് ബംഗാളിലൊന്നും കിട്ടാൻ പോകുന്നില്ല. അതേസമയം വടകരയിൽ ആശയക്കുഴപ്പമില്ലെന്നും വയനാടിനൊപ്പം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് കാലതാമസമെന്നുമാണ് വിശദീകരണം. രാഹുൽ സ്ഥാനാർത്ഥിയായാൽ കർണാടകയിലെ ബിദാർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ വിജയസാധ്യത പരിശോധിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതായാണ് സൂചന. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വയനാട്ടിലേക്ക് രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തിപ്പെടുന്നു. രാഹുൽ ഇല്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥിയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിക്കണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് ആവശ്യപ്പെട്ടു. KPCC മുമ്പ് പ്രഖ്യാപിച്ച T. സിദ്ദിഖിനെതിരെയാണ് I ഗ്രൂപ്പിന്റെ പടയൊരുക്കം. വയനാട്ടിലെ അനിശ്ചിതത്വത്തിൽ ആദ്യം മിതത്വം പാലിച്ച മുസ്ലിം ലീഗും വിമർശനവുമായി രംഗത്തെത്തി. വയനാട്ടിലെ T. സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ I ഗ്രൂപ്പ് ഉയർത്തിയ കലാപം ഉമ്മൻചാണ്ടി കടുത്ത നിലപാടെടുത്തതോടെയാണ് കെട്ടടങ്ങിയത്. രാഹുൽ വരില്ലെന്ന് ഉറപ്പായതോടെ ഇത് വീണ്ടും തലപൊക്കുകയാണ്. രാഹുൽ ഇല്ലെങ്കിൽ T. സിദ്ദിഖ് തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പില്ലെന്നും AICC പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും തുറന്നു പറഞ്ഞ് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് രംഗത്തെത്തി. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ആരുമാകാം. രാഹുലിനായി പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സീറ്റിലുള്ള അവകാശവാദം കൈവിടാതെ വയനാട് മണ്ഡലത്തിൽ നടന്ന കൺവെൻഷനുകളിലെല്ലാം T. സിദ്ദിഖ് സജീവമായിരുന്നു. എന്നാൽ രാഹുലിന്റെ വരവ് പ്രഖ്യാപിച്ച് ആശയക്കുഴപ്പത്തിന് തുടക്കമിട്ട ഉമ്മൻചാണ്ടിക്ക് ഇനിയും സിദ്ദിഖിനായി വിലപേശാനാകില്ലെന്നാണ് I ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നത്. ഇതിനിടെയാണ് അനിശ്ചിതത്വം തുടരുന്നതിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ചേർന്ന് പ്രതിഷേധം അറിയിച്ചത്. ലീഗിന് മാത്രമല്ല, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തിയുണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലുള്ള പ്രതിഷേധം വയനാട്ടിലെ കേരള കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്.
വയനാട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. വടകരയിൽ സ്ഥാനാർത്ഥിയായത് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ അതൃപ്തിയില്ല. വടകരയിൽ കൺഫ്യൂഷനില്ലെന്നും ഹൈക്കമാൻഡ് അറിയിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. പല സ്റ്റേറ്റിൽ നിന്നും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് ടൈം എടുക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കാൻ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കണ്ടസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പലതും പഠിക്കാനുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്നുള്ള നിലയിലും KPCCയുടെ പ്രചരണ സമിതി ചെയർമാൻ എന്നുള്ള നിലയിലും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരണമെങ്കിൽ പെർമിഷൻ കിട്ടേണ്ടവരുടെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് വടകരയെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനുമില്ല. വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ CPM ഇടപെട്ടിട്ടില്ലെന്നും LDF കൺവീനർ A. വിജയരാഘവൻ. പ്രശ്നം സങ്കീർണമാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ CPM സ്വാധീനിച്ചു എന്ന് പറയുന്നത് അവരുടെ ബലഹീനതയാണെന്നും വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായും ആ മുന്നണിക്കകത്തുണ്ടായ UDFിനകത്തുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി രൂപപ്പെട്ട ഒരു മരവിപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക പ്രചരണം എന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളാണോ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയത് എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ്. അവരെ ആരോപിക്കേണ്ട ഒരു പ്രശ്നം ഇന്നത്തെ കാര്യത്തിൽ BJP തോൽപ്പിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു എന്നതല്ല. കിഫ്ബിയിൽ ചരിത്ര നേട്ടം. മസാല ബോണ്ട് വഴി 2150 കോടി കിഫ്ബി സമാഹരിച്ചു. ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്തുന്ന കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട്. കിഫ്ബി അക്കൗണ്ടിലെത്തിയ തുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കും. വിവരങ്ങളുമായി TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സജിത്ത്, വാർത്തയുടെ കൂടുതൽ വിവരം. ധനിയ, ഒരു വലിയ നേട്ടമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. 2150 കോടി ആണ് സംസ്ഥാനം കിഫ്ബി വഴി മസാല ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമാഹരിച്ചിരിക്കുന്നത്. വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ലണ്ടൻ, സിംഗപ്പൂർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരാണ് സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് ആവശ്യമായ പണം ഇത്തരത്തിൽ കൈമാറിയിരിക്കുന്നത്. മസാല ബോണ്ട് രൂപീകരിച്ച് ഇത്തരമൊരു നീക്കം സംസ്ഥാനം നടത്തിയത് അത് ഫലം കണ്ടു എന്ന് വേണം പറയാൻ കഴിയുന്നത്. 9.25% പലിശയാണ് ഇതിന് നൽകേണ്ടി വരിക. 2024 സംസ്ഥാനം ഈ പണം തിരികെ നൽകേണ്ടത്. ഇതുവരേക്ക് സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് ആവശ്യമായി ഈ പണം വിനിയോഗിക്കാനും കേരളത്തിന് കഴിയും. ശരി സജിത്ത്. കർഷക വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിക്കാൻ അനുമതി തേടിയുള്ള ഫയലിൽ സംസ്ഥാന സർക്കാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് വിശദീകരണം നൽകി. വിശദീകരണം ലഭിച്ചതായി ടിക്കാറാം മീണയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ടിക്കാറാം മീണ നാളെ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ശേഷമാകും തുടർ നടപടികൾ. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കോഴിക്കോട് 3 പേർക്ക് സൂര്യാഘാതമേറ്റു. സംസ്ഥാനത്ത് 60 പേർക്കാണ് ഇന്ന് മാത്രം സൂര്യാതപമേറ്റത്. 122 പേരാണ് കനത്ത ചൂട് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സ തേടിയത്. സൂര്യാതപത്തെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം 2 ദിവസം കൂടി ദീർഘിപ്പിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് അനുകൂലമായ യാതൊരു സാഹചര്യവുമില്ല. അറബിക്കടലിന്റെ പല ഭാഗങ്ങളിലും 3% വരെ ചൂട് കൂടി. കടലിൽ നിന്ന് കരയിലേക്ക് ഉഷ്ണക്കാറ്റ് വീശുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടും. തുടർച്ചയായ 5ാം ദിനവും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസാണ് താപനില. ഏപ്രിൽ ആദ്യവാരം വരെ ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഏപ്രിൽ പകുതിയോടെയെങ്കിലും വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇന്നും നിരവധി പേർക്ക് സൂര്യാതപമേറ്റു. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് പൊള്ളലേറ്റത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശാന്തസമുദ്രത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗം ചൂടുപിടിക്കുന്ന എൽനിനോ പ്രതിഭാസമാണ് കേരളത്തിലെ കൊടും ചൂടിന് കാരണമെന്ന് വിദഗ്ധർ. ഇപ്പോഴത്തെ കൊടും ചൂട് മറ്റൊരു വലിയ പ്രളയത്തിന് കാരണമായേക്കുമെന്ന ആശങ്കയും വിദഗ്ധർ പ്രകടിപ്പിക്കുന്നു. എല്ലാ വൻകരകളിലെ കാലാവസ്ഥയെയും എൽനിനോ പ്രതിഭാസം ബാധിച്ചേക്കും. മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നതിനെ എൽനിനോ തടയുന്നതാണ് സംസ്ഥാനത്തെ കനത്ത ചൂടിന് കാരണം. വരും മാസങ്ങളിൽ ചൂട് ഇനിയും കൂടാമെന്ന് വിദഗ്ധർ പറയുന്നു. നാച്ചുറൽ വേരിയബിലിറ്റി, നമ്മുടെ എർത്ത് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ വേരിയബിലിറ്റിയും ഈ ടെമ്പറേച്ചർ ഇൻക്രീസിലേക്ക് ലീഡ് ചെയ്യും. ഗ്ലോബൽ ചേഞ്ച് തന്നെ ആവണമെന്നില്ല.
ജൂൺ ജൂലൈ കാലവർഷക്കാലത്ത് ഇത്തവണ സാധാരണ പോലെ മഴ പ്രതീക്ഷിക്കാനാവില്ല. കടുത്ത വരൾച്ചയുണ്ടായേക്കും. എന്നാൽ അതിനുശേഷം കനത്ത പേമാരിയോ മറ്റൊരു പ്രളയമോ പോലും ഉണ്ടായേക്കുമെന്ന് ഭൗമശാസ്ത്രജ്ഞനായ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു. മഴ ദിനങ്ങൾ കുറയുന്നു, പിന്നെ മഴയുടെ തീവ്രത, മഴത്തുള്ളിയുടെ തീവ്രത കൂടുന്നു, മഴ മണിക്കൂറുകൾ കുറയുന്നു, തീവ്രത കൂടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും പ്രളയവും വെള്ളപ്പൊക്കവുമായിരിക്കും മഴക്കാലം സമ്മാനിക്കുക. കാലാവസ്ഥയാകെ തകിടം മറയുന്ന സാഹചര്യത്തിൽ കേരളം ദീർഘകാല പാരിസ്ഥിതിക പദ്ധതികൾ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉയർന്ന താപനില സൂര്യാഘാതത്തിനുൾപ്പെടെ കാരണമായേക്കാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. ചൌക്കിദാർ മുദ്രാവാക്യം ആവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യഥാർത്ഥ കാവൽക്കാർ കള്ളന്മാരല്ലെന്ന് ഹരിയാനയിലെ റാലിയിൽ രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരാണസിയിൽ വരാൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ചൌക്കിദാർ മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാം ദിന പ്രചാരണം. ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. സർക്കാർ എല്ലാ മേഖലയിലും വികസനം എത്തിച്ചു. പ്രതിപക്ഷം സൈന്യത്തെയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുകയാണെന്നും ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഭാരത് കെ സാമർത്ഥ്യ സേ പരിചിത് കരായാ ഹൈ. ഭാരത് अब अंतरिक्ष में भी चौकीदारी करने में सक्षम है. പ്രധാനമന്ത്രി യഥാർത്ഥ കാവൽക്കാരുടെ ആത്മാർത്ഥതയെ കളങ്കപ്പെടുത്തുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. अब कहते हैं हम सब चौकीदार. नरेंद्र मोदी जी हिंदुस्तान के चौकीदार ईमानदार हैं. हम सब चौकीदार नहीं हैं. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെത്താൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെ സാധാരണക്കാരെയും ആലിംഗനം ചെയ്യണം. प्रधानमंत्री जी को समय नहीं मिला कि एक गांव में जाएं, एक परिवार से गले लगाएं, एक परिवार से उनका हाल पूछें. ഫൈസാബാദിൽ നിന്നും അയോധ്യയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് ഇന്ന് 15 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, തോമസ് ചാഴികാടൻ, വീണ ജോർജ്, കുമ്മനം രാജശേഖരൻ എന്നിവർ ഇന്ന് പത്രിക നൽകിയവരിൽ പെടുന്നുണ്ട്. ഇതോടെ ആകെ നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണം 23 ആയി. കവടിയാർ വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഹരിവരാസനം രചിച്ച പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മയുടെ മകൾ ബാലാമണിയമ്മയാണ് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. തിരുവനന്തപുരത്ത് NDAക്ക് അനുകൂല സാഹചര്യമെന്ന് കുമ്മനം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 3 UDF സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, തോമസ് ചാഴികാടൻ എന്നിവർ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനെത്തിയത്. മലപ്പുറത്ത് മികച്ച വിജയം നേടുമെന്നും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി. വയനാട് സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ UDFന്റെ നല്ല പ്രചരണം നടക്കുന്നത്, ചിട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, മലപ്പുറം. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് PC ജോർജ് MLA. ശബരിമല പ്രക്ഷോഭ നേതാവ് എന്ന നിലയിൽ സുരേന്ദ്രൻ വിജയിക്കുമെന്നും ജോർജ് പറഞ്ഞു. NDA സഖ്യകക്ഷിയാകാനുള്ള നീക്കത്തിലാണ് PC ജോർജ്. വോട്ട് ചോദിച്ചെത്തിയ K സുരേന്ദ്രന് PC ജോർജിന്റെ പൂർണ്ണ പിന്തുണ. സുരേന്ദ്രൻ വിജയിക്കുമെന്ന ജോർജിന്റെ പ്രവചനം. ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും. യാതൊരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ പിന്തുണയും കൊടുക്കും, യാതൊരു സംശയം. PC ജോർജിന്റെ പാർട്ടി ഉടൻ തന്നെ NDA ഘടകകക്ഷിയാകുമെന്നാണ് സൂചന. BJP നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം പുരോഗമിക്കുകയാണ്. ഞാൻ NDAയിലേക്ക് പോകുന്ന കാര്യം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് വെറുതെ അങ്ങനെ കയറി ചെല്ലുകയല്ല, മാന്യമായ രീതിയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പറയാം. ശബരിമല പ്രക്ഷോഭ സമയത്ത് നിയമസഭയിൽ NDAയുമായി ചേർന്നായിരുന്നു PC ജോർജിന്റെ നീക്കങ്ങൾ. പിന്നീട് UDFനൊപ്പം നിൽക്കാൻ ശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടതോടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ PC ജോർജ് തീരുമാനിച്ചിരുന്നു. PC ജോർജിന്റെ NDA പ്രവേശനത്തിൽ സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ഇതെല്ലാം ഉചിതമായിട്ടുള്ള സമയത്ത് പറയേണ്ട ആളുകൾ പറയും. വെറുതെ ഞാനത് പറയേണ്ട ആവശ്യമില്ല. PC ജോർജ് പിന്തുണയുമായി എത്തിയതോടെ പത്തനംതിട്ടയിൽ BJP ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ട്രഷറികളുടെ പ്രവർത്തനത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. ഈ മാസം 27-ന് ശേഷം സ്വീകരിച്ച ബില്ലുകൾ പാസ്സാക്കരുതെന്ന് ട്രഷറി ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കി. ബില്ലുകൾ സ്വീകരിക്കുന്നതിന് നാളെ വൈകിട്ട് വരെ സമയം ദീർഘിപ്പിച്ചു. എങ്കിലും പണം അനുവദിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓച്ചിറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടത്തിയ കേസിൽ പ്രതി മുഹമ്മദ് റോഷനെ റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. പെൺകുട്ടിയെ ഇന്നലെയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കിയത്. മുഹമ്മദ് റോഷനെതിരെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയേക്കും.